ഹലോ ദാസ് പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ പാസം, തങ്കച്ചി പാസം, പ്രേമ പാസം, ചേട്ടൻ പാസം, അനിയത്തി പാസം, അങ്ങനെ പാസങ്ങളൊരു സമ്മേളനമായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ള ഒരു ധാരണ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്നു. കാരണം അതേപോലുള്ളൊരു ട്രെയിലറാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ സിനിമ കാണാൻ പോകാനുള്ള എല്ലാവരെ പോലുള്ള ഒരേ ഒരു കാരണം സൂര്യ എന്ന നമ്മളെ റൊമാൻറ്റിക് സിനിമകൾ കാണാൻ പഠിപ്പിച്ച ആ ഒരു ആക്ടർ തന്നെയാണ്. പ്രത്യേകിച്ച് മമിത ബൈജു രണ്ടാമത്തെ ഒരു റീസണാണ്. കാരണം ഇവർ തമ്മിലുള്ള റൊമാൻസ് സൂര്യ എത്രയോ നായികമാരായിട്ട് ലെജൻഡറി നായികമാരായിട്ട് കോ ആക്ടറായിട്ട് അഭിനയിച്ച ഒരാളാണ്. അപ്പോൾ ഈ ഒരു മമിത ബൈജു സൂര്യ പീക്ക് ടൈമിൽ മമിത ബൈജു പോലെ നഴ്സറിയിലും പഠിക്കണായിരിക്കും. അപ്പോൾ ഈ ഒരു ആക്ടറായിട്ട് എങ്ങനെയാണ് സൂര്യ റൊമാൻറ്റിക് സിനിമ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു നമ്മൾ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ അവരുടെ സിനിമ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച എല്ലാ സിനിമകളും ഹിറ്റാണ്. സൂര്യയുടെ കറുപ്പാണെങ്കിലും മമിത ബൈജുവിൻ്റെ സിനിമകളാണെങ്കിലും രാധിക, ശരത് കുമാർ അഭിനയിച്ച സിനിമകളെല്ലാവരും ഹിറ്റ് സിനിമകൾ അഭിനയിച്ച ഒരു താരങ്ങളാണ്. അപ്പോൾ ഈ ഒരു പിന്നെ നമുക്ക് ഇതിൻ്റെ സംവിധായകൻ വെങ്കി അട്ലൂരി എന്ന് പറഞ്ഞ സംവിധായകനും അത്യാവശ്യം സിനിമകളെല്ലാം വിജയിപ്പിച്ച ഒരാളാണ്. മാഡി എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ടാണ് ഈ നമ്മുടെ മമിത അഭിനയിക്കുന്നത്. പിന്നെ സഞ്ജയ് രാമസ്വാമി എന്ന് പറയുന്ന പോലെ സഞ്ജയ് വിശ്വനാഥനായിട്ടാണ് ഈ ഒരു നമ്മുടെ സൂര്യയുടെ ക്യാരക്ടർ അഭിനയിക്കുന്നത്. പുള്ളി ഒരു ഒളിമ്പിക് മെഡലിസ്റ്റാണ്, ഗോൾഡ് മെഡലിസ്റ്റാണ്. അത് ആ ഒരു സംഭവം എന്തിനാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളത്. കാരണം ട്രെയിലറിൽ നമ്മുടെ ആ ഒരു സിനിമ ഒന്ന് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടൈമിലേക്ക് ഒരു സിനിമ കഥ വരുന്നുണ്ടോ എന്നുള്ളൊരു സ്പോർട്സ് ആംഗിൾ സിനിമയിൽ വരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷെ അത് തീർത്തും തെറ്റായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവമേ ഇല്ല. അത് കുറച്ച് നേരത്തേക്ക് മാത്രം കാണിക്കുന്നതാണ്. അത് അങ്ങനെ ആരും വിശ്വസിക്കാൻ വേണ്ട. അതൊരു സ്പോയിലറാണ്. എന്നാലും അങ്ങനെ മിസ്ലീഡ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ ഒരു കഥയിലേക്ക്. അപ്പോൾ ഈ ഒരു സിനിമയിൽ സൂര്യ ഒരു വലിയ ബിസിനസ് മാനാണ്. അപ്പോൾ ബിസിനസ് റോളുകൾ, അതായത് റിച്ച് മാനായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ മാനറിസങ്ങളൊക്കെ കാണിക്കണമെന്ന് സൂര്യനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സൂര്യക്ക് അറിയാം, കൃത്യമായിട്ട് അറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ആ കാര്യത്തിലൊക്കെ പുള്ളി ഓക്കെ. പിന്നെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനാണെങ്കിലും പ്രത്യേകിച്ച് ഈ രാധിക, ശരത് കുമാറും സൂര്യൻ തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പാസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കണം. കാരണം നമുക്കറിയാം ഇത് തമിഴ് സിനിമയിൽ മലയാളികളെക്കാൾ തമിഴ് പ്രേക്ഷകരെയാണ് കൂടുതൽ ഉന്നം വെക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ കാര്യത്തിന് നമ്മളെ എപ്പോഴും യുക്തി ആ ഒരു കാര്യമൊക്കെ നമ്മൾ നോക്കും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കോമഡികളും കുറച്ച് സീനുകളും കുറച്ച് രംഗങ്ങളൊക്കെ ഇതിലുണ്ട്. പ്രത്യേകിച്ച് മമിത ബൈജുവിൻ്റെ പ്രീവിയസ് സിനിമകളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡ്യൂഡാണെങ്കിലും കുറേ സിനിമയിൽ മമിത ബൈജുവിൻ്റെ ആക്ഷനും കാര്യങ്ങളും അതൊക്കെ തമിഴന്മാർക്ക് ഇഷ്ടപ്പെടുമെങ്കിലും നമുക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാതിരിക്കാനുള്ളൊരു വക ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ, റൊമാൻറ്റിക് സീൻ എന്നുള്ളത് ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ, സൂര്യൻ മമിത ബൈജുവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയിലെ ഒരു കഥ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ വന്നൊരു ടോപ്പിക് തന്നെയാണ്. ഇത് പണ്ട് നമ്മുടെ ലാലേട്ടൻ ചെയ്തു വെച്ചൊരു സിനിമയുടെ അതേ കഥ, പക്ഷെ ഒരു ഘട്ടത്തിൽ ആ ഒരു സിനിമയുടെ കഥ മാറിപ്പോകും, അത്രേ ഉള്ളൂ. ഈ ഒരു സിനിമയിലെ കഥ പോകുന്ന സ്റ്റൈൽ കൊള്ള, ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുള്ള ഡയലോഗുകളുള്ള കോമഡി ഉണ്ട്, കുറച്ച് ക്രിഞ്ച് ഉണ്ട്, കുറച്ച് പാസം ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു സിനിമ. അപ്പോൾ നമ്മളെ ഈ ഒരു സിനിമകളെല്ലാം കാണാൻ പഠിപ്പിച്ചൊരു സൂര്യ ഇവരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും പിന്നീട് പോകുന്നതെന്നുള്ളതായിരിക്കും. അതുപോലെ ഫസ്റ്റ് ഹാഫ് ഈ ഒരു സിനിമ നല്ല രീതിയിൽ പോയി അത് കൊണ്ട് നിർത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ആണ് മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏജ് ഡിഫറൻസിൻ്റെ കാര്യം സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് വരെ ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നൈസായിട്ട് കൊണ്ട് നിർത്തും. സെക്കൻഡ് ഹാഫിലേക്ക് വരാൻ നേരത്ത് ഈ ഒരു സിനിമ എൻ്റെ ഒരു ഡിഫറെൻറ്റ് കഥ കയ്യിൽ നിന്ന് പോയ പോലെയുള്ള ഒരു സീനായിപ്പോൾ. ഫസ്റ്റ് ഹാഫിലെ തീം തന്നെ അങ്ങോട്ട് കൊണ്ടുപോയ പോരെ എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും. ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണോ ഇനി ഇത് കാണുന്ന വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നൊന്നും എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നി. കൈയടിച്ച് നമ്മളെ ചിരിപ്പിച്ചൊക്കെ പോകുന്നുണ്ടെങ്കിലും ആ ഒരു സംഭവം എന്തിനാണ് അങ്ങനെ ഒരു ആംഗിളിലേക്ക് സിനിമ കൊണ്ടുപോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. സിനിമയായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് ആളുകൾ സിനിമയിലേക്ക് വരുന്നു, പിന്നെ അവരുടെ ഇത്. പക്ഷെ എൻ്റെ കേരളി ബിഗിനിങ് ടു എൻഡ് സൂര്യ എന്ന് പറഞ്ഞ ആക്ടർ നമുക്കറിയാം, ഒന്നും പറയണ്ട. ഇപ്പോൾ പൊട്ടപ്പടമാണെങ്കിലും സൂര്യ അഭിനയിച്ചിരിക്കുന്നത് പുള്ളീനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പുള്ളി ക്രിഞ്ചായിട്ടുള്ളതാ, പാസ്വേർഡുള്ള ഒന്നും ചെയ്യൂല. പുള്ളിയുടെ ഇമോഷണൽ സീനുണ്ട്, എൻ്റെ അമ്മോ അത് അടിപൊളിയാണ്. ഇമോഷണൽ ചെയ്തേക്കണ സീൻ ശരിക്കും ഫീൽ ചെയ്ത്. മമിത ബൈജുവിൻ്റെ ക്യാരക്ടർ ചെറിയ രീതിയിൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്താൻ നേരത്ത് നമ്മൾ ചെറിയ രീതിയിലൊക്കെ മുഷിപ്പിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ അപ്പോഴും വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഡയലോഗുകളാണെങ്കിലും കോമഡി ആണെങ്കിലും ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. കഥയിലാണ് കുറച്ച് പോരായ്മകളായിട്ട് എനിക്ക് മുഴച്ച് തോന്നിയത്. എന്നാൽ ഈ ഒരു സിനിമ ഫ്രെയിമുകളാണെങ്കിലും ക്യാമറ എഡിറ്റിംഗ് എല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്രെയിമുകളൊക്കെ നല്ല മനോഹരമായിട്ട് ഫ്രെയിമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കുക സിനിമ, സൂര്യയുടെ അഭിനയം, സൂര്യനെ തന്നെ കണ്ടിരിക്കുക സിനിമക്ക് പോയാൽ.
ചിരിക്കാനുണ്ട്, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള എല്ലാം സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് മമിത ബൈജുവും തകർത്തിട്ടുണ്ട്. മമിത ബൈജു നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമയിലും പോലെ അധികം ക്രിഞ്ചോ അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കാരണം എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ. അപ്പോൾ നമ്മൾ ആ ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് പോയത്. ചെറിയ പാസവും ക്രിഞ്ചൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ സിനിമയിലുണ്ട്. പക്ഷേ സിനിമ ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആണ്, നമുക്ക് ആസ്വദിച്ചിരിക്കുക. അത്ര മോശം സിനിമയെന്ന് അങ്ങനെ ഒന്നും പറയാനുള്ള ഒരു എബോവ് ആവറേജ് സിനിമയാണ്. സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള ഒരു രീതിയിൽ പറയാനുള്ള എബോവ് ആവറേജ് സിനിമ, നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ, നീറ്റ് സിനിമ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.